ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം. ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രവാചകനായ യിരെമ്യാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ഭയപ്പെടേണ്ടതായ സാഹചര്യം തനിക്ക് മുമ്പിലുണ്ടായപ്പോൾ ദൈവം യിരെമ്യാവിനെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്, നീ ഭയപ്പെടേണ്ട, നിന്നെ വിടുവിക്കുന്നത് ഞാനാണ്. നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, അവൻ വിടുവിക്കുവാൻ ശക്തിയുള്ള ദൈവമാണ്. ഇന്നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ദൈവമേ ഒരു വിടുതൽ തരണമേ, എനിക്കൊരു വിടുതൽ പ്രാപിക്കണമെന്ന് കൊതിയുള്ളവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ ഞാൻ ഈ മെസ്സേജ് തുടങ്ങുമ്പോഴേ പറയാം, വിടുവിക്കാൻ കഴിവുള്ളൊരു ദൈവമാണ് നാം സേവിക്കുന്ന സർവശക്തനായ ദൈവം. ഒരിക്കലൊരു രാജാവ് പറഞ്ഞു, ഈ വിധത്തിൽ വിടുവിക്കുന്നൊരു ദൈവം വേറെയില്ല എന്ന് പറഞ്ഞ ദൈവം വിടുവിക്കുന്ന വിധങ്ങൾ പലതാണ്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സാഹചര്യത്തിന്റെ വെല്ലുവിളികൾ നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് ഭയപ്പെടത്തക്ക സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നെങ്കിലും പരിശുദ്ധാത്മാവ് പറയുകയാണ്, അതിനെ ഒന്നും നിങ്ങൾ ഭയപ്പെടരുത്. കാരണം നിങ്ങളെ വിടുവിക്കേണ്ടതിന് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് മനസ്സുകൊണ്ട് പറയാം, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ദൈവമുണ്ട്. വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയൊരു സന്ദേശമാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. പ്രതിസന്ധികൾ വരുമ്പം പലരും നമ്മളെ കൈവിടാം. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, കഷ്ടകാലത്ത് അവൻ ഉത്തരമരുളുന്ന ദൈവമാണ്. എത്ര വലിയ പ്രതിബന്ധങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാലും ആ പ്രതിബന്ധങ്ങളെ ഒന്നും നിങ്ങൾ ഭയപ്പെടരുത്. കാരണം വിടുവിക്കേണ്ടതിന് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് മനസ്സുകൊണ്ട് പറയാം, കർത്താവേ ഞങ്ങളെ ഒന്ന് വിടുവിക്കണമേ, ഞങ്ങൾക്കൊരു വിടുതൽ തരണമേ എന്ന് ഹൃദയം തുറന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. എന്താണ് ഇന്നത്തെ സന്ദേശം? ഉടനെ നിനക്കൊരു വിടുതലുണ്ട്. നീ ഭയപ്പെടരുത്, സാഹചര്യങ്ങളെ പേടിക്കരുത്, പ്രതിബന്ധങ്ങളെ പേടിക്കരുത്. നിനക്കൊരു വിടുതല് ഉടനെ ഉണ്ട്. കണ്ണുകളെ അടച്ച് ആ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ വിടുവിക്കാമെന്ന് വാക്കു പറഞ്ഞ ദൈവമേ, ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കള് കർത്താവെ ഒരു വിടുതലിന് വേണ്ടി കൊതിക്കുകയാണല്ലോ. അവർ രോഗത്തിൽ നിന്നൊരു വിടുതൽ, ശാപത്തിൽ നിന്നൊരു വിടുതൽ, ബന്ധനത്തിൽ നിന്നൊരു വിടുതൽ, പ്രതിസന്ധികളിൽ നിന്നൊരു വിടുതൽ അവർക്ക് കൽപ്പിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഭയപ്പെടേണ്ട, നിന്റെ കൂടെ ഇരുന്ന് നിന്നെ വിടുവിക്കാൻ കഴിവുള്ള യേശു, ആ കർത്താവിനെ മുറുകെ പിടിക്കാം. ഗോഡ് ബ്ലെസ് യു.